ഇല്ലെന്നും കണ്ടെത്തിയതാണ്. അവർ യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് 1.72 കോടി രൂപ വാങ്ങിയത് അവർ CMRL കമ്പനിക്ക് നൽകിയ സേവനത്തിനാണെന്നും അതിലൊരു ക്രമവിരുദ്ധമായ കാര്യങ്ങളില്ലെന്നും കണ്ടെത്തിയതാണ്. മാത്യു കുഴൽനാടനെ കുഴിയിലാക്കിയതാണ് ആ കേസ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, തെറ്റായ വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും. നിയമപരമായി നേരിടണമെങ്കിൽ ഇന്നലെ 26/5/2026 ഹൈക്കോടതിയിലെ വിധി പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിൽ കക്ഷിയല്ല എക്സാലോജിക്കിൻ്റെ വീണ വിജയൻ എന്ന് മാത്രമല്ല, ആ കേസിൽ ഏറ്റവും ഒടുവിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയത്. അപ്പോൾ പിന്നെ ഇത് ബോധപൂർവമായി പിണറായി വിജയനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, CPMനെതിരായിട്ടുള്ള വേട്ടയാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. നിയമപരമായി നേരിടാൻ ഇപ്പം കഴിയാത്തത് എന്താ? ഇതിൽ വീണ വിജയൻ കക്ഷിയേയല്ല. വീണ വിജയനെതിരായി നേരത്തെ കൊടുത്ത കേസുണ്ടല്ലോ, മാത്യു കുഴൽനാടൻ, ആ കേസെല്ലാം തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളുക മാത്രമല്ല, അതിനുശേഷം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ്. മാത്യു കുഴൽനാടിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരാതി കൊടുത്ത കോൺഗ്രസ്, കെജ്രിവാളിനെതിരായി കേസ് കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാവാ. ആ കോൺഗ്രസ് കൊടുത്ത കേസാണ് അവസാനം കോടതി കഴമ്പില്ലെന്ന് പറഞ്ഞിട്ട് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയത്.